ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റണ്ണൗൺ പീസ് വേൾഡ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജ് ഈ വരുന്ന സാറ്റർഡേ ആണ്. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റിൽ കഴിഞ്ഞ രണ്ട് സ്റ്റേജസിനെ കമ്പയർ ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മുടെ മൈൻഡിലുണ്ടാവും. നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചാലും നമ്മൾ നോക്കാത്ത കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളൊരു സംശയവും എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകും. ബട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ ബോധഡ് ആവണ്ട. ലെറ്റ് ഇറ്റ് ബി. എന്താണെന്ന് വെച്ചാൽ വരണ പോലെ വരട്ടെ. നമ്മൾ ചെയ്യേണ്ട പാർട്ട് നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാം അല്ലേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, അഗൈൻ പ്രിലിംസ് ജസ്റ്റ് ഫോർ പാസ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് ഒന്ന് ശ്രദ്ധിച്ച് ഈ ഒരു ടൈമിൽ വേണ്ട കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അതിൽ ഏറ്റവും കോറായിട്ടുള്ള കാര്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ എന്താണ് 50 കിട്ടുന്ന തരത്തിലോട്ട് നമ്മൾ എത്തണം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 50 ഒരു 30-35 നമുക്ക് കിട്ടണം. ഓക്കെ, ബാക്കി 20-25 മാർക്സ് നമുക്ക് GK പോർഷൻ ചെയ്യുന്നത് മതി. ഓക്കെ, ബട്ട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. വളരെ വലിയ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ കുറേയധികം ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം 1.25 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പോകും. സോ വൈസായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബബിൾ ചെയ്ത് തുടങ്ങാൻ. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് വേഗം ആൻസർ ചെയ്ത് പോകുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേൽ നമ്മൾ സ്വതേ ഞാനിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജസിന് വരാൻ സാധ്യതയുള്ള ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് പിക്ക് ഔട്ട് ചെയ്ത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തേർഡ് സ്റ്റേജിൽ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കുറേയധികം നമ്മൾ പ്രീവിയസ് പേപ്പേഴ്സും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടും കണ്ടു അറിഞ്ഞൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലൊരു ഇതുണ്ടാവില്ലേ, ഇന്നതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്തൊരു സ്റ്റേജിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. നാളത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ കുറച്ചുകൂടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ഒന്ന് സെലക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, കാരണം നമുക്ക് കറണ്ട് അഫയേഴ്സ് വലിയ രീതിയിലൊന്നല്ല, പകരം നമുക്ക് ഓരോ സബ്ജക്ട്സിൻ്റെ അടിയിലാണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ദാറ്റ് സബ്ജക്ട് എന്നുള്ള രീതിയിലുള്ളതും, പിന്നെ കുറച്ച് സയൻസ് ആൻഡ് ടെക്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ചും കൂടെ കൂടുതൽ കറണ്ട് അഫയർ ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്നിരുന്നാലും നമ്മൾ കാണാതെ പോകുന്ന എന്തെങ്കിലും ഫാക്ടുകൾ ഉണ്ടെങ്കിലോ അത് നമുക്കൊന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ട് ചെയ്യാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കേട്ട് നോക്കുക, സ്കിപ്പ് ചെയ്യാതെ. കാരണം കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഇൻ ബിറ്റ്വീൻ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹിസ്റ്ററിയുടെ ടോപ്പിക്സിൽ നമ്മുടെ വേൾഡിൽ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ഐ തിങ്ക് ഫ്രഞ്ച് റവല്യൂഷൻ ആയിരിക്കാം. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 10th സ്റ്റാൻഡേർഡിൽ ഒരു പാഠഭാഗം തന്നെയുണ്ട്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കുറേയധികം പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറയുന്ന ഫ്രഞ്ച് ജനതയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ടാക്സുകൾ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രഞ്ച് വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഈവൻ നെപ്പോളിയൻ്റെ പോളിസീസ്, നെപ്പോളിയൻ കൊണ്ടുവന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഇത് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഫ്രഞ്ച് വിപ്ലവമായിട്ടുള്ളതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ കുറേയധികം തത്വചിന്തകരുണ്ട്, അവരുടെ കുറേ വർക്കുകളുണ്ട് അല്ലേ, അവരുടെ കുറേ കോൺട്രിബ്യൂഷൻസ്. ആ വർക്കുകൾ ഇപ്പോൾ സോഷ്യൽ കോൺട്രാക്ട്, എമിലി, കാൻഡിഡ്, ദി സ്പിരിറ്റ് ഓഫ് ലോസ്, ഇതൊക്കെ എപ്പോഴും മാച്ച് ഓഫ് ദി ഫോളോയിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു നോക്കാം. ഞാനിതിൽ എഴുതിയിരിക്കുന്ന ഇപ്പോൾ എല്ലാം ഹോട്ട് ടോപ്പിക്സും എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ പിന്നെ വേൾഡ് വാർ 1 ഉം 2 ഉം എപ്പോഴും ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു സംഭവമാണ്. അത് ഞാൻ അന്നും നിങ്ങളോട് പറഞ്ഞു, അതുപോലെ തന്നെ ചോദിച്ചിരുന്നു. ഓക്കെ, ഇതിൽ എന്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹിറ്റ്ലറുമായിട്ടുള്ള അപ്പീസ്മെന്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഫസ്റ്റ് സ്റ്റേജിലുണ്ടായിരുന്നില്ലേ. ആക്ച്വലി ഈ വേൾഡ് വാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ, വേൾഡ് വാറിന്റെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു ചാപ്റ്റർ 10th സ്റ്റാൻഡേർഡിലുണ്ട്, SCERT കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടും SCERT ആണ്. SCERTയിൽ ഈ പറയുന്ന ചേംബർലൈനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു മെഷറിംഗ് മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ രീതിയിലാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ഒരു പാഠഭാഗത്ത് നിന്ന് ആയിരിക്കാം മേ ബി അവർ ചോദിച്ചിട്ടുണ്ടാവുക. കാരണം അതിൽ ചേംബർലൈനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ പറയുന്ന അപ്പീസ്മെന്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ. ജസ്റ്റ് മെൻഷനിങ് ഉള്ളൂ അതിൽ വേൾഡ് വാർ 1 ഉം 2 ഉം. പക്ഷേ ഞാൻ ക്ലാസ് എടുത്ത കൂട്ടത്തിൽ കുറേയധികം എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ, കാരണം നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ തിങ്ക് വേൾഡ് വാർ 1, 2 എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. ആൻഡ് UNOൻ്റെ നമുക്ക് എന്താണ് പറയുക, സ്പെഷ്യൽ ഓർഗനൈസേഷൻസ് സാധ്യതയുണ്ട് ചോദിക്കാൻ, വേണമെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സോ അങ്ങനെ വല്ലതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞാലോ, ബാക്കിയുള്ള ഇതിൽ എഴുതിയിരിക്കുന്നതും സാധ്യതയുള്ളവർ തന്നെയാണ്. പക്ഷേ ഈ ഒരു മൊമെന്റിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കാമെന്ന് വന്നു. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഞാൻ അന്നും പറഞ്ഞു, മെഡീവൽ അക്ബറും ഔറംഗസേബുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദിക്കാറുള്ളത് ഒരു പൊതുവെയാണ്. അത് തന്നെ അവർ ഫസ്റ്റ് സെക്കൻഡിൽ ഒരാളുടെ എന്താണ് ഔറംഗസേബും, ഒന്നിൽ അക്ബറും, രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരാം. ഇവരുടെയാണ് കൂടുതൽ ചോദിക്കാനുള്ളത്. മേ ബി അത് ടച്ച് ചെയ്യാതെ ഇരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. മുഗൾ റൂളേഴ്സ് എടുത്താലല്ലേ, മുഗൾ റൂളേഴ്സ് എന്നുള്ള ഒരു വിഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അക്ബറും ഔറംഗസേബുമാണ്. അപ്പോൾ വേണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ നോക്കാം. അവരുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അക്ബറിൻ്റെ ഇതിൽ ഈ സൈനിക വിഭാഗം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തലവൻ്റെ പേര്, പ്രത്യേകമായിട്ടുള്ള പേരുകളുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക.
ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവർ ആ സമയത്ത് എന്തൊക്കെയാണ് വ്യത്യാസം. ഇപ്പോൾ ഒരു സമയത്ത് ഔറംഗസേബിനെ റിലേറ്റ് ചെയ്ത് വന്നിരുന്ന ചോദ്യം ഇതായിരുന്നു, ക്ലാസിക്കൽ കല, അതായത് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം അല്ലെ, ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം കൂടുതൽ എന്താണ് വ്യാപിച്ചത്, അല്ലെങ്കിൽ എന്താ പറയുക, അത് എക്സ്പാൻഡ് ചെയ്തത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞത്. അതൊക്കെ ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. കാരണം പാട്ടും നൃത്തവും നിരോധിച്ച ഭരണാധികാരിയായിരുന്നു ഔറംഗസേബ്. അപ്പോൾ ആ ഒരു നിരോധിച്ചതിന്റെ ആ ഒരു പ്രതിഷേധം എന്നായിരിക്കണം കൂടുതൽ ആ സമയത്ത് ഈ പറയുന്ന പോലെ ശാസ്ത്രീയ കലയൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതമൊക്കെ വളരെയധികം എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് മെഡീവൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ഓൾട്ടുഗദർ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ബാക്കി പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് MK ഗാന്ധി, ഗാന്ധിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഗാന്ധിജി കൊണ്ടുവന്ന അല്ലെങ്കിൽ ഗാന്ധിജി ഉൾപ്പെട്ട സ്വാതന്ത്ര്യ സമരങ്ങൾ, ബഹുജന മുന്നേറ്റങ്ങൾ, ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മേഖലകളാണ്. കാരണം പല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അത് കാണാറുണ്ട്. ഇപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണെങ്കിലും നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ചിലപ്പോൾ കാലഘടന ക്രമം അനുസരിച്ച് അറേഞ്ച് ചെയ്യാന്നുള്ള രീതിയിൽ വർഷങ്ങൾ ചോദിക്കാം. ലൈക്ക് റൗലറ്റ് ആക്ട്, ഗാന്ധി ഇർവിൻ പാക്ട്, അങ്ങനത്തെ സംഭവങ്ങളും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഗാന്ധിജി ഉൾപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട് ചോദിക്കാൻ. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഒക്കെ നിങ്ങൾ നോക്കിക്കാണുമല്ലോ. ഞാൻ ഈ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ നോക്കിക്കാണും. ഞാൻ പിന്നെ അതുകൂടെ സ്ട്രെസ് ചെയ്ത് നിങ്ങൾ നോക്കണം എന്ന് ഉദ്ദേശിച്ച് പറയുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഫോറിൻ പോളിസിയിലെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളാം. മേ ബി അതിൽ നിന്ന് കുറച്ചും കൂടെ പിക്ക് ഔട്ട് ചെയ്ത് ചോദിക്കാം. അതായത് നാം രൂപീകരിക്കാൻ തീരുമാനിച്ച ആദ്യത്തെ സമ്മേളനം ഏതാണ്, രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ സമ്മേളനം എവിടെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാർ ഏതൊക്കെയാണ്, ഇതൊക്കെ മുൻപ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മേ ബി അതിൽ നിന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിൽ കൂടുതലും രാജാ റാം മോഹൻ റോയ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ദയാനന്ദ സരസ്വതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അവരൊക്കെ കൊണ്ടുവരുന്ന പ്രസ്ഥാനങ്ങളുടെ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരൊക്കെ ആരായിരുന്നു എന്നുള്ള തരത്തിലും ചോദിക്കാം. ഇപ്പൊ 1857 വിപ്ലവ സമയത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു? അത് ലോർഡ് കാനിങ് ആയിരുന്നു. അതേസമയം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന ഒരു ഗവർണർ ജനറൽ ഉണ്ടായിരുന്നു. ആരാണെന്നറിയോ? കോൺവാലിസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക് കുറച്ചൊക്കെ ചോദ്യങ്ങൾ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ സാധ്യതകളാണ് ഞാൻ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ആരാ, അതുപോലെ നമ്മൾ പറയുന്ന കാൺപൂർ, ഇവിടെയൊക്കെ ആരായിരുന്നു നേതൃത്വം കൊടുത്തത് എന്നുള്ളതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം. ഇനി കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോർച്ചുഗീസ്, ഡച്ച് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് ആർ വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അതെന്താ വന്നിട്ടില്ലേ ഫസ്റ്റിലും സെക്കൻഡിലും ഇല്ലേ? അപ്പോൾ ഞാൻ അതാണ് പറയാൻ കാരണം മിക്കതിലും അവർ തന്നെ ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഇതിലിപ്പോൾ വൈസ്രോയ്സ്, പോർച്ചുഗീസ് വൈസ്രോയികൾ ഇവിടെ വന്നിട്ടുള്ളവർ, ആദ്യം വന്നത് ആരാണ്, രണ്ടാമത് വന്നത് ആരാണ്, അൽബുക്കർക്ക്, അൽമേഡ പോലെയുള്ള വൈസ്രോയിമാരുടെ കാര്യങ്ങൾ, അവർ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ് പോർച്ചുഗീസിൻ്റെ, അതുപോലെ അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ പോളിസി എങ്ങനെയായിരുന്നു എന്നുള്ളതും നോക്കണം. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സാധ്യത ഈ ഒരു ടൈമിലാണ് അതായത് പ്രധാനപ്പെട്ട കൃതികൾ, ഖാസി മുഹമ്മദിൻ്റെ ഫത്ഹുൽ മുബീനും അതുപോലെ തന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തുഫത്തുൽ മുജാഹിദീനും, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള 2 കൃതികളാണ്. പിന്നെ കുഞ്ഞാലി മരക്കാർമാരെ സംബന്ധിച്ച് 4 പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് 4-മനാണ്. ഓക്കെ, കാരണം പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ 4-മനായിരുന്നു. ഓക്കെ, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആ ഒരു ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി 4-മനായിരുന്നു. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചാലിയം കോട്ട. ഓക്കെ, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സഹായിച്ച കുഞ്ഞാലി മരക്കാർ 3-മനായിരുന്നു. അപ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ദെൻ ഡച്ചുമായിട്ട് പറയുകയാണെങ്കിൽ ഡച്ചുമായിട്ടുള്ള എഗ്രിമെൻറ്റ്സ് കൂടുതൽ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഡച്ച് പതനത്തിന് കാരണമായതാണ് കൊളച്ചൽ യുദ്ധം എന്നൊക്കെ ഉള്ളത്. പിന്നെ മാവേലിക്കര ഉടമ്പടിയൊക്കെ അറിയാം. പക്ഷെ അതല്ലാതെ ഒരു പ്രാവശ്യം ഫിലിംസിന് ചോദിച്ചത് സാമൂതിരിയുമായിട്ട് ആദ്യം ഡച്ചുകാർ ഒപ്പുവെച്ച ആ ഒരു എഗ്രിമെന്റിൽ ആരായിരുന്നു ഡച്ച് അഡ്മിറൽ എന്നുള്ളതായിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന രീതിയിൽ സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഒപ്പുവെച്ച ആദ്യ കരാറിൽ ആ അഡ്മിറൽ ആരായിരുന്നു? സ്റ്റീവൻ വാൻഡർ ആയിരുന്നു. സ്റ്റീവൻ വാൻഡർ അതായിരുന്നു ഒരു പ്രാവശ്യം ഫിലിംസിന് ചോദിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിച്ച് പറഞ്ഞത് സാധ്യതയുണ്ട് ഡച്ചുകാരുടെ. അപ്പോൾ ഇത് ചിലപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുള്ളൂ കേട്ടോ കേരള ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ. ഈ പറയുന്ന അറൈവൽ ഓഫ് യൂറോപ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ട്രാങ്കൂർ റൂളേഴ്സിനുമായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർത്താണ്ഡവർമ്മയുടെ സമയത്ത് ഈ പറയുന്ന റവന്യൂ സിസ്റ്റങ്ങളിൽ, ഓക്കെ, റവന്യൂ സിസ്റ്റം വല്ലിയാടി മല്ലൻ ശങ്കരൻ കൊണ്ടുവന്ന റവന്യൂ സിസ്റ്റമാണ്. അപ്പോൾ ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ മേഖലയിൽ അദ്ദേഹം വെച്ചിരുന്ന ആൾക്കാർ, അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സദസ്സിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, ഇതൊക്കെ ഒന്ന് നോക്കിക്കുന്നത് നല്ലതാണ്. പിന്നെ കുറച്ചും കൂടെ വനിതാ ഭരണാധികാരികൾ റിലേറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗൗരി ലക്ഷ്മിബായ്, പാർവതിബായ്, സേതു ലക്ഷ്മിബായ്, ഇതാണ് ആ 3 പേരുടെ ഓർഡർ. ഓക്കെ, ഈ 3 ഭരണാധികാരികളും വനിതാ ഭരണാധികാരികൾ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിച്ച് നോക്കണം. കാരണം തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അത് നിർബന്ധമാക്കുക മാത്രമല്ല സൗജന്യം കൂടെ ആക്കിയത് ഗൗരി പാർവതിബായി ആയിരുന്നു. അവരുടെ സമയത്ത് കുറേയധികം പ്രത്യേകതകൾ വരുന്നുണ്ട്. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പറയുന്നതൊക്കെ ഗൗരി പാർവതിബായിയാണ്. ഐ തിങ്ക്
സേതു ലക്ഷ്മി ബായുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു പ്രാവശ്യം കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഇട്ടിട്ട് ചോദിച്ചതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം സേതു ലക്ഷ്മി ബായുടെ സമയത്ത് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മൃഗബലി നിരോധിക്കുന്നു, ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നു, ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ സേതു ലക്ഷ്മി ബായുടെ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഗൗരി ലക്ഷ്മിബായി, പാർവതിബായി, സേതു ലക്ഷ്മിബായി ഇവരുടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ നമ്മൾ സ്വതയെ കാണുന്ന സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് നമ്മൾ സ്വതയെ നോക്കാറുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അതൊക്കെ. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. ഇവിടെ കുറച്ചും കൂടെ നമുക്ക് ഇപ്പോൾ ഈ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എത്ര എണ്ണം നടന്നതിൽ ആദ്യത്തെ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മലബാർ ജില്ലാ സമ്മേളനങ്ങളും KPCCയുടെ സമ്മേളനങ്ങളും നോക്കുന്നത് നല്ലതാണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് ഐക്യ കേരള പ്രസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇതിലേക്ക് നീങ്ങുന്ന കാര്യങ്ങൾ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുവരെ വന്നതിൽ ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് 2 ടോപ്പിക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തേക്ക്. പിന്നെ ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററിയുടെ മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ നോട്ടിൽ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നിരുന്നു. ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിൽ മിക്സ് ചെയ്തിട്ടാണ് പക്ഷേ ഞാൻ കുറച്ച് കാണിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ നോട്ട്സിൽ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ജിയോഗ്രഫിയിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്സും റിമോട്ട് സെൻസിങ്ങും സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് കോണ്ടൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ. കാരണം ടോപ്പോഗ്രാഫിക് മാപ്പ് കുറച്ച് ഭയങ്കര ടഫായിട്ടുള്ളതും വരാറുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ടഫിലോട്ടൊന്നും നിങ്ങളിപ്പോൾ പോകണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ റോക്സും ലാൻഡ് ഫോംസും സാധ്യതയുള്ളതാണ്, എർത്തിൻ്റെ സ്ട്രക്ചറും. ഇതാണ് എനിക്ക് തോന്നുന്നത് വേൾഡ് ജിയോഗ്രഫിയിൽ കുറച്ചും കൂടെ ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. കാരണം ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് വെച്ച് നോക്കിയിട്ടുണ്ടാവുമല്ലോ. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗത്ത് ജിയോഗ്രഫിയുടെ ഒരു ഭാഗത്ത് ഇതിൽ കൂടുതലും ഞാൻ പറഞ്ഞ ഡ്രെയിനേജ് പാറ്റേൺ, ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞാണ് ഡ്രെയിനേജ് പാറ്റേൺ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ ചോദിച്ചില്ലേ ട്രിലസ്, ഡെൻഡ്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവം മുൻപത്തെ ചോദ്യ പേപ്പറിലുള്ള അതേ ചോദ്യമാണ്, അതേ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റൻ ആണത്. പിന്നെ പാസസ് എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഷിപ്കില, അതുപോലെ നാദുല, റോത്താങ് പാസ്, ഇങ്ങനത്തെ പാസുമായിട്ട് കണക്ട് ചെയ്യുന്നത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എനർജി റിസോഴ്സസും സാധ്യതയുള്ള ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളുടെ ആണവ നിലയങ്ങൾ മെയിൻ ആയിട്ടുള്ളത് ഇന്ത്യയിൽ എവിടെയൊക്കെയാണെന്നുള്ളത് ഒരു പോസിബിൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. അതുപോലെ തന്നെ താപവൈദ്യുത നിലയങ്ങൾ സാധ്യതയുണ്ട്. പിന്നെ കേരളത്തിൽ വെസ്റ്റേൺ ഗട്ട്സും റിവേഴ്സ് ഞാൻ ചോദിക്കില്ല, റിവേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ റിവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നദികളുടെ മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തേൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് സ്റ്റേജിൽ. സെക്കൻഡ് സ്റ്റേജിൽ അത്യാവശ്യം സിവിക്സിൻ്റെ ഭാഗത്ത് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നാണ് കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു സാധ്യത ഞാൻ കാണുന്നത് ലിസ്റ്റ് ചോദിക്കാൻ ഒരു സാധ്യതയുണ്ട് കേട്ടോ. ലിസ്റ്റിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. എമർജൻസിനെ കുറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്, എമർജൻസിയുടെ പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ. ബാക്കി നമ്മൾ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, ലൈക്ക് SC കമ്മീഷൻ, അങ്ങനത്തെയൊക്കെ അതൊക്കെ നിങ്ങളിപ്പോൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ബാക്കി എന്താ നിങ്ങൾക്ക് വായിച്ചാൽ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റൂട്ടോ. ജസ്റ്റ് അതിനൊന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അപ്പോൾ ലിസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ അമൻമെന്റ്സും ഒരു സാധ്യതയാണ്. അത് 101 തൊട്ട് 106 വരെയുള്ളത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 91st കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 42nd ആൻഡ് 44th ഇത് വളരെയധികം സാധ്യതയുണ്ട്. 91st ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ആ സീറ്റിൻ്റെ ഇത്ര ശതമാനമാക്കണം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. പിന്നെ എക്കണോമിക്സിൽ ഈ എഴുതിയിരിക്കുന്നത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പക്ഷേ 5 ഇയർ പ്ലാനിൽ കുറച്ചും കൂടി ഞാൻ പറഞ്ഞ 2 നിങ്ങളോട് ഞാൻ പറഞ്ഞു എക്സാക്ട് ആയിട്ട് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ചോദിക്കാറുണ്ട് എപ്പോഴും. 2 എണ്ണത്തിൽ സെക്കൻഡ് ആട്ടോ ചോദിച്ചത്, ചിലപ്പോൾ തേർഡിൽ വീണ്ടും സെക്കൻഡ് ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന 8, ഇപ്പോൾ ഇവിടെ 8 ഞാൻ എഴുതിയിട്ടില്ല, 8, 9, 10, 11, 12 സാധ്യതയുള്ള 5 ഇയർ പ്ലാനുകളാണ്. അതുപോലെ 5. ഓക്കെ, കാലാവധി പൂർത്തിയാക്കാത്ത ഒരേ ഒരു 5 ഇയർ പ്ലാൻ ഉള്ളത് ഏതാണെന്നറിയോ? 5th 5 ഇയർ പ്ലാൻ. അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ്, ടാക്സ്, ഇത് കംപ്ലീറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ നോട്ടിൽ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി നമുക്കറിയാവുന്ന ഇക്വേഷനുകളൊക്കെയാണ് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇത് കുറച്ചും കൂടെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് രീതിയിലും പോകാം. നമ്മളുടെ ഇപ്പോഴത്തെ റേറ്റുകളൊക്കെ ചിലപ്പോൾ ചോദിക്കാം, കാരണം ബാക്കി 2 എണ്ണത്തിൽ ഇട്ടിട്ടില്ല. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഞാൻ ഈ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് സെറ്റ് ചെയ്തതിൽ ഓൾറെഡി നമ്മുടെ ബഡ്ജറ്റ് കമ്പോണൻസ് ഒക്കെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ എക്സാമ്പിളടക്കം ഫുള്ള് കോട്ട് ചെയ്തിട്ടുണ്ട്, ഇക്വേഷൻ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ചോദിച്ചത് കേട്ടോ സെക്കൻഡ് സ്റ്റേജിന്. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നോക്കി പോകട്ടെ. ലേറ്റസ്റ്റ് പോളിസി റേറ്റുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, സാധ്യതയുള്ളതാണ്. നാഷണൽ ഇൻകത്തിൻ്റെ ബേസിക് ആയിട്ട് വേണ്ട ഇക്വേഷനുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, ഇതൊക്കെ എന്താണെന്നുള്ള രീതിയിലും എന്താണ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഈ എക്കണോമിക്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ IT ആയിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഞാൻ കുറച്ച് നോട്ട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് കിട്ടും.